എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ ഡിഷായ കപ്പയും ഇറച്ചിയുമാണ്. ഈ കപ്പയും ഇറച്ചിയിൽ ഞാൻ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് തേങ്ങ വറുത്തരച്ചിരിക്കുന്ന കപ്പ ഇറച്ചിയും കഴിക്കാനായിട്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ വീടുകളൊക്കെ കല്യാണത്തിന് തലേദിവസം വൈകുന്നേരം ചായയുടെ ഒപ്പം അച്ചപ്പം, കുഴലപ്പം, ഉണ്ട, മുറുക്ക് അങ്ങനെയുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ എന്നാലും അതിൻ്റെ കൂടെ മെയിനായിട്ടുണ്ടാകുന്ന ഒരു ഡിഷാണ് കപ്പയും ഇറച്ചിയും. നല്ല ടേസ്റ്റാണ് കല്യാണ തലേദിവസത്തെ വൈകുന്നേരത്തെ കപ്പയും ഇറച്ചിയും കഴിക്കാനായിട്ട്. ആ സെയിം ടേസ്റ്റിലുള്ള കപ്പയും ഇറച്ചിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കപ്പയും ഇറച്ചിയുമാണ് ഉണ്ടാക്കുന്നത്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ആ പൊടി മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഇറച്ചി എടുത്തിരിക്കുന്നത് 3/4 കിലോ ആണ്. നല്ല നെയ്യും വേണം, എല്ലും വേണം. നെയ്യ് ഉണ്ടെങ്കിൽ കപ്പ ഇറച്ചി വെക്കുമ്പോൾ ടേസ്റ്റ് ഉള്ളൂ. പശു ഇറച്ചി അല്ലെങ്കിൽ പോത്തിറച്ചി ഏതെങ്കിലും എടുക്കാം. ആ ഇറച്ചിയിലേക്ക് നമ്മളിപ്പോൾ മൂപ്പിച്ച് വെച്ചാൽ പൊടി ചേർക്കണം. കുറച്ച് കറിവേപ്പില, 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇറച്ചിക്ക് നല്ലതുപോലെ നെയ്യ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ കപ്പ ഇറച്ചി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ എല്ലും വേണം. എല്ല് നമ്മൾ കടിച്ചാൽ മുറിയുന്ന എല്ല് കിട്ടുമല്ലോ, ആ എല്ലും കൂടെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ചാനൽ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇത് 1.5 കിലോ കപ്പ ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷമുള്ള വെയിറ്റാണ് 1.5 കിലോ. ആ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം കപ്പ വേവിക്കാനായിട്ട്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കണം. കപ്പ വേവിന് ആവശ്യമായുള്ള ഉപ്പ് ചേർക്കണം. അത് കറക്റ്റ് ഉപ്പിട്ട് വേവിക്കണം. ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കപ്പ ഇറച്ചി വേവിക്കുമ്പോൾ ഒരു വെള്ളം ചുവ വരും. അപ്പോൾ അതുകൊണ്ട് കപ്പ വേവിക്കുമ്പോൾ കപ്പയ്ക്ക് ആവശ്യമായുള്ള ഉപ്പ് ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം കപ്പ വേവിക്കാനായിട്ട് വയ്ക്കാം. കപ്പയ്ക്ക് ഇറച്ചിക്കും വേണ്ടിയുള്ള തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടി 2 കപ്പ് തേങ്ങാപ്പീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ചെറു തീയിൽ വെച്ചിട്ട് തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കണം. ഇതിനു മുമ്പ് ഞാൻ പിടിയും വറുത്തരച്ച ചിക്കൻ കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. ആ ചിക്കൻ കറിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ തേങ്ങ വറുത്തരയ്ക്കേണ്ടതെന്നെല്ലാം. തേങ്ങ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പൊടിയൊന്ന് മൂക്കണം. അപ്പോൾ തേങ്ങയ്ക്ക് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങയുടെ ചൂടും കൊണ്ട് ആ പൊടികൾ നല്ലതുപോലെ മൂത്ത് കിട്ടിക്കോളൂ. ഇപ്പോൾ കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ കപ്പ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം.
ഉരുളിയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇടാം. ബീഫോ അല്ലെങ്കിൽ പോത്തിറച്ചോ. ഇനി ഇറച്ചിയുടെ കൂടെ തന്നെ വേവിച്ച് വെച്ച കപ്പ, ആ കപ്പയുടെ വെള്ളം നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞ ശേഷം കപ്പയും കൂടെ ഇടാം. ഇവിടെ കപ്പയും ഇറച്ചിയും കൂടി ഒന്ന് നല്ലതുപോലെ അതിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. അപ്പോൾ ഇറച്ചിയുടെ ടേസ്റ്റ് എല്ലാം കപ്പയിലേക്ക് നല്ലതുപോലെ വരും. വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം അതൊന്ന് വേവിക്കാനായിട്ട്. അപ്പോൾ ആ ഇറച്ചിയുടെ നെയ്യും എല്ലാ കപ്പയിലേക്ക് നല്ലതുപോലെ പിടിക്കും. പിന്നീടൊന്ന് കപ്പ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും അധികം വേവാണ്ട് കിടക്കുന്ന ചില കഷ്ണങ്ങളുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ച് ഇതേപോലെ കൊടുക്കണം. വെള്ളം ഇല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ നല്ലപോലെ അരച്ചെടുക്കുക. അതിൽ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഡീറ്റെയിലൊക്കെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൽ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ആ പ്ലേ ലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. ഞാൻ മിക്സിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലുള്ള അരപ്പും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ കപ്പ ഇറച്ചിയെല്ലാം 5-6 മിനിറ്റായി വേവിക്കുന്നു. അപ്പോൾ നല്ലതുപോലെ ഇറച്ചിയുടെ ഫ്ലേവറെല്ലാം കപ്പയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വറുത്തരച്ച അരപ്പ് കപ്പയിലെ ഇറച്ചിയിലേക്കും ചേർക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ വറുത്തരയുടെ ആ പാത്രത്തിലുള്ള ബാക്കിയുള്ള അരപ്പിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടിയിട്ട് ഈ കപ്പ ഇറച്ചിയിലേക്ക് ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അത് ഇങ്ങനെ ഒരു സെമി ഗ്രേവി ആയിട്ടിരിക്കണം, ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കരുത്. എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കുക. ഇപ്പോൾ തേങ്ങ വറുത്തരച്ചതിന് അരപ്പ് ചേർത്ത ശേഷം കപ്പ ഇറച്ചിയിലേക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ഇനി ആ സമയത്ത് ഇപ്പുറത്ത് വേറൊരു അടുപ്പിൽ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. വേണമെങ്കിൽ കടുകും കൂടെ പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഉള്ളി ചേർത്താൽ മതി. ഞാനിവിടെ അതൊന്നും കടുകൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഉള്ളി മൂപ്പിച്ചിടണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കപ്പ ഇറച്ചി കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ആ വറുത്തരയുടെ ഫ്ലേവർ എല്ലാം നല്ലതുപോലെ കിട്ടും. ഉള്ളിയും അതുപോലെ ഒന്നും മൂപ്പിച്ചിടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കപ്പ ഇറച്ചിയിലേക്ക് അത് ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച കപ്പ ഇറച്ചിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ പാലൊഴിച്ച ചായയുടെ കൂടി എല്ലാം കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഇറച്ചിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക.